الحمد لله الذي فضل أوقات رمضان على غيره من الأزمان وأنزل فيه القرآن هدى للناس وبينات من الهدى والفرقان وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഏകദേശം 4ഓളം ഖുത്ബകളിലായി വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ടതിന്റെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു വന്നത്. ഒടുവിൽ അൽഹംദുലില്ലാഹ് വിശുദ്ധ റമദാനിനെ പുലുകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ഇനി റമദാൻ നമുക്കനുകൂലമായി അള്ളാഹുവിനോട് സാക്ഷി പറയണം. അതിലെ നോമ്പും അതിന്റെ ഖുർആനും അള്ളാഹിനോട് നമുക്ക് വേണ്ടി ശുപാർശ പറയണം. അതിനുള്ള ഒരുക്കത്തിലാണ് ഈ റമദാനിന്റെ തുടക്കത്തിലുള്ള ആവേശം അതിന്റെ ഒടുക്കം വരെയും കൊണ്ടുപോകാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇതുവരെ നമ്മുടെ റമദാനിന്റെ ഫളലുകളും അതിനെങ്ങനെ ഒരുങ്ങണമെന്നാണ് പറഞ്ഞത്. ഇനി റമദാനിൽ എന്ത് അമലുകളെ കൊണ്ടാണ് നമുക്ക് റബ്ബിലേക്ക് അടുപ്പമുണ്ടാക്കാൻ സാധിക്കുന്നത്? റമദാനിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്ന കാരണത്താൽ ഒരു നിർബന്ധിത ആരാധനാ കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് അതിലെ നോമ്പാണ്. ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ റമദാൻ മാസമാണ് ഖുർആൻ അല്ലാഹു നിങ്ങളിലേക്ക് അവതരിപ്പിച്ചത്. അത് മാനവരാശിക്കുള്ള മാർഗദർശനമാണ്, സത്യാസത്യ വിവേചനത്തിന്റെ ഗ്രന്ഥമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഫമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫൽയസും.
ആകയാൽ ആര് ഈ ഒരു മാസത്തിൽ ഹാജരുണ്ടോ അവൻ ഈ മാസം മുഴുവനായി അള്ളാഹ്ക്ക് വേണ്ടി നോമ്പെടുക്കണമെന്നാണ്. ഈ മാസം മുഴുവനായി അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി നോമ്പെടുക്കണമെന്നുള്ളതാണ്. ശറഇലെ സൗമ് സിയാമ് എന്ന് പറയുന്ന പദത്തിന് സംയമനം, പരിവർജനം എന്നൊക്കെ അർത്ഥം വരുന്ന ആ പദത്തിന് നമ്മളൊക്കെ മനസ്സിലാക്കിയത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിവാക്കി നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച്, ഇന്ന് പോലും ഒരു സുഹൃത്ത് രാവിലെ മെസ്സേജ് അയച്ചിരുന്നു, കണ്ണില് മരുന്ന് വെച്ചാല് ഒന്ന് മുറിയോ, നോമ്പ് മുറിയുമോ? അതൊക്കെ നമ്മൾ സൂക്ഷ്മത പാലിക്കുന്നുണ്ട്. അത് നോമ്പ് മുറിയില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനമായി നമ്മൾ അവലംബിക്കുന്ന വിഷയം. ഞാൻ പറഞ്ഞത് ഇതിലൊക്കെ നമ്മൾ സൂക്ഷ്മതകൾ പാലിക്കുന്നുണ്ട്. എന്നാൽ നോമ്പിനെ അല്ലാഹു തആല അർത്ഥമാക്കിയ രൂപത്തിലാണോ നമ്മളുടെ നോമ്പ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മളൊന്നും പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് നോമ്പാകണമെങ്കിൽ, ആ നോമ്പിന്റെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ലഅല്ലക്കും തത്തഖൂൻ എന്നൊരു പദം അല്ലാഹു നടത്തി. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, അല്ലാഹു നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കി തന്നത് കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ പൂർവികർക്ക് നിശ്ചയിക്കപ്പെട്ടതുപോലെ അല്ലാഹു നിങ്ങൾക്ക് നോമ്പിനെ തന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാവാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് നമ്മളിൽ തഖ്വയുണ്ടാവുക നോമ്പ് കൊണ്ട്? ഒന്ന്, ഈ മാസത്തിൽ അമലു സാലിഹാത്തിന്റെ ആദിക്കം നമ്മളിൽ തഖ്വയുണ്ടാക്കും. മറ്റൊന്ന്, നോമ്പിനെ നോമ്പെന്ന അർത്ഥത്തിലൂടെ കൊണ്ടുവരാനാണ്. അവിടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജാ അയ്യദഅ തഅമുഹു വശറാബുഹു. മല്ലം യദഅ, ഒരാൾ ഒഴിവാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഖൗല സൂരി വൽ അമല ബിഹി, കള്ളമായ വാക്ക് പറയുന്നതിനെ, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജാ, അല്ലാഹുക്ക് യാതൊരു ആവശ്യവുമില്ല, അയ്യദഅ തഅമുഹു വശറാബുഹു, അവന്റെ ഭക്ഷണപാനീയം അവൻ ഒഴിവാക്കുന്നത് കൊണ്ട് അല്ലാഹുക്ക് യാതൊരു ആവശ്യമില്ല. ഒരാൾ നോമ്പുകാരനായി കള്ളം പറയുന്നുണ്ടോ, കള്ളമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ, അവന്റെ നോമ്പ് അല്ലാഹുക്ക് വേണ്ട. അഥവാ നോമ്പായി തീരണമെങ്കിൽ അവൻ കളവ് പറയാൻ പാടില്ല. നമ്മുടെയൊക്കെ സാധാരണ കളവ് പറയാൻ നമ്മുടെയൊക്കെ ഭാഷയിൽ ഹലാലായ കളവ് എന്നൊരു ഓമന പേരിടും. അതുകൊണ്ട് നോമ്പിന്റെ വഴിക്ക് പോകും. എന്ന് പറഞ്ഞാൽ റമദാന് കഴിഞ്ഞാൽ നമ്മൾ നോമ്പിനെ ഇനി എടുത്തു വീട്ടുക എന്ന് പറയുന്ന നിബന്ധന ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ വരുമ്പോൾ നോമ്പിന്റെ ഫളല് കിട്ടൂല. അതുപോലെ വെള്ളിയാഴ്ച നമ്മളൊക്കെ ജുമാക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ ഖുതുബകളൊക്കെ അവസാനിച്ച നിസ്കാരത്തിന്റെ സമയത്ത് കയറി വന്നാലും അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ളുഹർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ആ ജുമാ പൂർത്തീകരിച്ചാൽ മതി. പക്ഷേ ജുമാന്റെ ഫളൽ അള്ളാന്റെ അടുക്ക് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പള്ളിയിൽ നമ്മൾ എത്തണം. നോമ്പ് നമ്മൾ ഖളാ വീട്ടേണ്ടി വരില്ല. പക്ഷെ നോമ്പ് എന്ന അർത്ഥത്തിൽ നോമ്പ് നമുക്ക് കിട്ടണമെങ്കിൽ കളവുണ്ടാവാൻ പാടില്ല. ഹലാലായ കളവ് പറ്റൂല. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി നുണ പറയാം. എന്തെങ്കിലും ഒരു തമാശ ആളുകളുടെ പേരിലൊക്കെ പറയാം. എന്നുവെച്ചാൽ ആളുകൾ ചിരിക്കും. വൈലുല്ലാ സുമ്മ വൈലുല്ലാ സുമ്മ വൈലുല്ലാ, അവന് നാശമാണ്, അവന് നാശമാണ്, അവന് നാശമാണ്. 3 വട്ടം ലോകത്തിന്റെ പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി നുണ പറയുന്നവർ, കച്ചവടത്തിലെ സാധനങ്ങൾ വിറ്റുപോകാൻ വേണ്ടി നുണ പറയുന്നവർ, അല്ലാഹു നാളെ തിരിഞ്ഞു നോക്കൂല. നിസ്കാരായി, നോമ്പായി, സക്കാത്തായി, അമലായി അള്ളാന്റെ കോടതിയിൽ കടന്നു വരുമ്പോ ലാ യുകല്ലിമുഹുമുല്ലാഹ് വലാ യുസക്കീഹിം വലാ യൻദുറു ഇലൈഹിം, കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു തിരിഞ്ഞു നോക്കൂല. അള്ളാഹു അവരോട് സംസാരിക്കില്ല, അള്ളാഹു അവരെ സംസ്കരിക്കുകയില്ല. അതുകൊണ്ട് കളവുണ്ടോ? നോമ്പിന്റെ വഴിക്ക് പോകുന്ന കള്ളത്തരങ്ങൾ ചെയ്യുക, കള്ളമായ പ്രവർത്തനങ്ങൾ ചെയ്യുക. ആ മോശപ്പെട്ട പ്രവർത്തനങ്ങളുണ്ടോ, നോമ്പ് കബൂൽ ചെയ്യപ്പെടില്ല എന്നുള്ളതാണ്. മറ്റൊരു ഹദീസില് അള്ളാന്റെ മുത്തറസൂല് പറയാണ്, അസ്സൗമു സുന്നഹ, നോമ്പെന്ന് പറഞ്ഞാൽ അതൊരു പരിചയാണ്. മാലം യഖറഖഹ, അതിനെ നിങ്ങൾ പൊട്ടിച്ചു തരിപ്പണമാക്കാതിരിക്കുന്നിടത്തോളം കാലം, അതിനെ നിങ്ങൾ തകർക്കാതിരിക്കുന്നിടത്തോളം കാലം. ബിമ യഖറഖഹ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് റസൂലേ
നോമ്പെന്ന് പറയുന്ന പരിച അത് തകരാനുള്ള കാരണം എന്താണ്? ഒന്നുകിൽ കള്ളം പറയലാണ്, അതല്ലെങ്കിൽ പരദൂഷണം പറയലാണ്. ഒരാൾ നുണ പറഞ്ഞ നോമ്പ് പോവും, പരദൂഷണം പറഞ്ഞാലും ആ നോമ്പ് അല്ലാന്റെ അടുക്കൽ ഉണ്ടാവില്ല. റസൂലുള്ളാഹിനോട് സഹാബ ചോദിച്ചില്ലേ, നബിയെ ഒരാളിലുള്ള കാര്യം പറയാൻ പറ്റുമോ? അള്ളാന്റെ ഹബീബ് എന്താ മറുപടി കൊടുത്തേ? ഇല്ലാത്തതാണെങ്കിൽ അത് കളവായില്ലെന്നാണ്. അപ്പൊ ഉള്ളത് പറയലാണ് പരദൂഷണം. നമ്മളിങ്ങനെ നോമ്പൊക്കെ കൃത്യം എടുത്ത പോവേ നമ്മുടെ പള്ളിയിൽ നിന്ന് മനോഹരമായ ഒരു ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ പറയാൻ മാഷാ അല്ലാഹ് എത്ര നല്ല ബാങ്കാണ്, അതിനുവേണ്ടി ഇന്നലെ വരെ കേട്ടത് കേൾക്കാൻ തന്നെ ഒരു അരോചകമായിരുന്നു എന്ന് പറഞ്ഞാൽ ഖലാസ്. ഇത് പരം എനിക്ക് ലളിതാക്കി പറഞ്ഞുതരാൻ അറിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരാളിലുള്ള കാര്യം നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി പറയാം. അതുകൊണ്ടൊരു സന്തോഷം കൊള്ള പറഞ്ഞ് ആസ്വദിക്കുക. ഇത് നോമ്പിന്റെ വഴിക്ക് പോവും, നമ്മളത് പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നവരെ കേട്ടുകൊടുക്കാൻ പോലും പാടില്ല. അത്രയും നാവിനെ കൺട്രോൾ ചെയ്യണം. മറ്റൊരു ഹദീസിൽ മുസ്ലിം പറഞ്ഞു, ഇദാ കാന യൗമി സൗമി അഹദികും ഫലാ യർഫസ് വലാ യസ്ഖബ്. നിങ്ങൾ നോമ്പുകാരനാണോ, അശ്ലീലം നിങ്ങൾ പറയല്ലേ, അനാവശ്യമായ സംസാരങ്ങൾ, മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിക്കല്ലേ. വഇൻ സാബഹു ഔ ഖാതലഹു അഹദുൻ ഫല്യകുൽ ഇന്നി സ്വായിമുൻ മറതൈൻ. ഒരാൾ ഇങ്ങോട്ട് ചീത്ത വിളിക്കാൻ വന്നു, ഒരാൾ ഇങ്ങോട്ട് ശണ്ട കൂടാൻ വന്നാൽ ഞാനൊരു നോമ്പുകാരനാണ് എന്ന് മിനിമം 2 പ്രാവശ്യമെങ്കിലും അവൻ പ്രതികരിക്കണം. ഞാൻ അത്രയും അവൻ കൺട്രോൾ ചെയ്യണം. തിരിച്ച് സമാനമായ അളവിൽ പറയാനോ, തിരിച്ചയാളോട് കയർത്ത് പറയാനോ ഇല്ല. ഒരു മോശപ്പെട്ടൊരു പദം പോലും നമ്മളൊക്കെ ഒരുപക്ഷെ സംഭവിക്കുന്ന അബദ്ധങ്ങൾ അവിടെ നിന്നറിയും. പറഞ്ഞ് ശീലിച്ച കുറെ വാക്കുകൾ ഉണ്ടാവും. അത് നോർമലൈസ് ചെയ്യപ്പെടാം. ചില നാട്ടിൽ ചില വാക്കുകൾ പ്രശ്നമാവില്ല, പക്ഷേ അള്ളാഹ്ക്ക് പൊരിച്ചല്ലാത്തൊരു വാക്ക്, അള്ളാന്റെ ഹബീബ് വിലക്കിയൊരു വാക്ക് നമ്മളുടെ നാവിൽ നിന്ന് കടന്നു വന്ന് ആ നോമ്പൊരിക്കലും തന്നെ ഫസാദാക്കരുത്. നിങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹു അബൂദർ ദേഷ്യം വന്നപ്പോ വിളിച്ചു. മനുഷ്യ സഹജമായി അവര് സഹാബത്താണെങ്കിലും മനുഷ്യന്മാരാണല്ലോ, ഒരുമിച്ച് ജീവിക്കാണല്ലോ. ദേഷ്യം വന്നപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു കൈകൊണ്ടൊന്നും ഇങ്ങനെ തള്ളി. അപ്പൊ പറഞ്ഞു, ഇബ്നു സൗദാ, കറുമ്പീടെ മോനെ, കറുമ്പീടെ മകനെ. സങ്കടത്തോടെ ബിലാൽ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ മുമ്പിലൂടെ കടന്നവരാണ്. റസൂലെ മറ്റാരെ വിളിച്ചതിനേക്കാളും സങ്കടം തോന്നുമാറ് അബൂദർ എന്നെ കറുമ്പീടെ മോനേന്ന് വിളിച്ചു നബിയേ. അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞു, അബൂദറേ, ബിലാലിന് പൊരുത്തപ്പെട്ടു തരുന്നത് വരെ അബൂദറിന്റെ ഒരു അമലും അല്ലാഹ്ക്ക് വേണ്ട, അബൂദറിന്റെ അമൽ അല്ലാഹ്ക്ക് വേണ്ട. അവിടെന്ന് പറഞ്ഞു, ബിലാലേ, ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയില് നിനക്ക് വേണ്ടി ഞാൻ കിടന്നു തരാ ബിലാൽ. എന്റെ മുഖത്തൊന്ന് ചവിട്ടിയിട്ടാണെങ്കിലും എന്നോടൊന്ന് പൊറിച്ചു തരുമോ? അതോടെ അവരെ പ്രശ്നം തീർന്നു, അവര് വാരിപ്പുണരാൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബിലാൽ റളിയല്ലാഹു അൻഹു കരച്ചിട്ടല്ലേ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ കരച്ചിട്ടല്ലേ, ഒക്കെ ഉള്ളതല്ലേ. പക്ഷേ ഒരാളങ്ങനെ വിളിക്കാൻ നോമ്പ് എന്റെ വഴിക്ക് പോകട്ടോ, ഒരു അമല് അല്ലാഹു സ്വീകരിക്കും. അങ്ങനെ നാവിനെ കൺട്രോൾ ചെയ്തിട്ട് വേണം നോമ്പ് നമ്മൾ എടുക്കാൻ. അതുകൊണ്ട് ഈ മാസത്തിലെ നോമ്പിനെ നിങ്ങളിതൊക്കെ ഇത് അള്ളാഹ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ അതിന്റെ പ്രതിഫലം നിസ്സാരല്ല. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ റമദാനിന്റെ ഫളല് പറയുമ്പോൾ ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്തത്ര മാത്രം പുണ്യം ഖുർആനിനുണ്ട്, പിന്നെ ഫർള് നമസ്കാരങ്ങൾക്കുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ കണക്ക് പറഞ്ഞപ്പോഴും അന്ന് ഒരു കാര്യം പറഞ്ഞു, ഇല്ല സിയാം, നോമ്പൊഴികെ. നോമ്പ് അവിടെയും ആ 700 ഇരട്ടിയിലും നിൽക്കൂല. അസൗമുലി വഅനാ അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. കണ്ടോ, നിങ്ങൾ കണ്ടോ, ഖുർആനിന് 700 ഇരട്ടി വരെ, നോമ്പിന് അത് നമസ്കാരത്തിന് 700 ഇരട്ടി വരെ, സ്വതക്കക്ക് 700 ഇരട്ടി വരെ, ഇഫ്താറിന് 700 ഇരട്ടി വരെ, സുന്നത്ത് നമസ്കാരങ്ങൾക്ക് 700 ഇരട്ടി വരെ, 1 രൂപയുടെ സ്വതക്ക കൊടുക്കുന്നത് പോലും 700 ഇരട്ടി വരെ. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി റോട്ടിലുള്ള ആളുകൾക്ക് തടസ്സമാകുന്ന ഒരു മുള്ള കൈകൊണ്ടെടുത്ത് മാറ്റുന്നതിന് 700 ഇരട്ടി വരെ പുണ്യങ്ങൾ നൽകാമെന്ന് പറയുന്ന മാസത്തിൽ അല്ലാഹു പറഞ്ഞു, നോമ്പിനെ ഞാൻ മാറ്റിവെച്ചിരിക്കാൻ. അസൗമുലി വഅനാ അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകാൻ. നിസ്കാരം അല്ലാഹ്ക്കല്ലേ,
സ്വതക്ക അള്ളാന്റെ പ്രീതിക്കല്ലേ? ആണ്. പക്ഷെ എന്തുകൊണ്ടാ നോമ്പിനെ മാറ്റി പറഞ്ഞേ? ലോകത്തെ എല്ലാ പള്ളിയും അള്ളാന്റെ വീടാണ്, അള്ളാന്റെ വീടാണ്, ഒരു സംശയവുമില്ല. പക്ഷെ ബൈത്തുല്ലാഹ്, അള്ളാന്റെ ഭവനം എന്ന് പറഞ്ഞാൽ അത് കഅബയാണ്, അത് കഅബയാണ്. പള്ളികളുടെ കൂട്ടത്തിൽ കഅബാലയത്തിനെ എണ്ണി പറഞ്ഞ പോലെ ആരാധനകളുടെ കൂട്ടത്തിൽ അല്ലാഹ് അവനിലേക്ക് ചേർത്തി പറഞ്ഞു, അസ്സൗമുലി, നോമ്പെനിക്കുള്ളതാണ്, അതിന് കണക്കില്ലാതെ ഞാൻ പ്രതിഫലം നൽകുന്നവനാണ്. അതുകൊണ്ട് നോമ്പിന്റെ ലക്ഷ്യത്തിലെടുത്ത കൂലി വാങ്ങാൻ നിങ്ങൾ നോക്കേ, ആ നോമ്പ് കൃത്യമാണോ? നോമ്പ് കൃത്യമാണോ? നിബന്ധനകളൊക്കെ നമ്മൾ പാലിക്കുക. അത്താഴം അതിന്റെ ബറക്കത്താണ്. അത്താഴം കഴിച്ചതിന് കൂലി തരണം. അല്ലാഹ് തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്നാണ്. ഓക്കെ, അതിന് കൂലി തരുന്ന അല്ലാഹ്. നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണമായി കാത്തിരിക്കുമ്പോ ആ ഇരിക്കുന്ന സമയം അമലു സ്വാലിഹാത്ത് സമയമായാൽ പെട്ടെന്ന് വിശപ്പ് കൊണ്ട് നോമ്പ് തുറക്കുന്നവരെ അതും അമലു സ്വാലിഹാത്ത്. ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ര, നോമ്പ് തുറക്കാൻ വേണ്ടി മനുഷ്യൻ ധൃതി കാണിക്കുമ്പോഴെല്ലാം അവന് നന്മയിലായിക്കൊണ്ടേയിരിക്കാൻ പിന്തിപ്പിക്കുന്നവരെ വേദക്കാരുടെ സ്വഭാവമാണ്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. ആ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കട്ടെ എന്ന് പറയാൻ ഇല്ല. മിനിമം ഒരു ആൻഡ്രോയിഡ് ഫോണെങ്കിലും കയ്യിലില്ല. നമ്മളൊക്കെ ചങ്ങരംകുളത്ത് എത്ര മണിക്ക് മഗ്‌രിബ് ബാങ്കെന്ന് അറിയാത്ത ആരുമില്ല. എന്നിട്ട് നമ്മൾ ആ പള്ളിയിൽ ഈ പള്ളിയിൽ പള്ളിയിലെ മുഅദ്ദിൻ വരെ നോമ്പ് തുറന്നിട്ടാ ബാങ്ക് കൊടുക്കാൻ. നമ്മളിങ്ങനെ കാത്തിരിക്കാണ് സമയം നോക്കിയിട്ട്. സൂക്ഷ്മത. കാരണം എന്താ അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ 10-65 കൊല്ലം മുമ്പ് ചില തങ്ങന്മാരൊരു നിയമം വെച്ചു, മഗ്‌രിബ് ബാങ്ക് 5 മിനിറ്റ് നേരത്തെ വൈകി കൊടുക്കണം, സുബഹി ബാങ്ക് അതുപോലെ നേരത്തെയും കൊടുക്കണം. അത് പ്രതീക്ഷിച്ച് നമ്മളിങ്ങനെ ഇരിക്കാൻ. മുത്തറസൂല് പറഞ്ഞില്ലേ, സമയമായോ? റസൂലെ അസ്തമന ശോഭ ഒന്നുകൂടെ പ്രകടമായിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, സമയമായോ? ഉടനെ നോമ്പ് തുറന്നോളണം. അങ്ങനെ ചിട്ടകളെ പാലിച്ച തക്കവുണ്ടാവും. എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ട് റമദാനിൽ നമ്മൾ ഭക്ഷണം കഴിക്കാത്ത, പകലെ വെള്ളം കുടിക്കാത്ത? നമ്മളുടെ വീട്ടിൽ ഫുഡില്ലേ? നമ്മളുടെ വീട്ടിൽ വെള്ളമില്ലേ? ആരെങ്കിലും ചോദിക്കാൻ വരോ? പക്ഷെ അല്ലാഹ് പറഞ്ഞു കഴിക്കണ്ട, അല്ലാഹ് പറഞ്ഞു കുടിക്കണ്ട. അങ്ങനെ മാറ്റിവെച്ച മനുഷ്യരെ റമദാൻ കഴിയുമ്പോൾ എങ്ങനെയാണ് മറ്റൊരാളുടെ മുതലിനോട് അത്യാഗ്രഹമുണ്ടാകുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളിൽ തഖ്വയുണ്ടാക്കാനാണ്. കളവില്ല, ഏഷണില്ല, പരദൂഷണില്ല, ചതിയില്ല, വഞ്ചനയില്ല. ഇങ്ങോട്ട് ചീത്ത വിളിച്ചവനോട് പോലും ഞാനൊരു നോമ്പുകാരനാണ് ശീലിച്ചവരെ എങ്ങനെയാ റമദാൻ കഴിഞ്ഞ കവലയിൽ പ്രശ്നം ഉണ്ടാക്കുക? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ തഖ്വയുള്ളവരാക്കി മാറ്റാനാണ്. റമദാനിന്റെ പകലിൽ തന്റെ ഇണയോട് താല്പര്യം തോന്നിയാലും വിട്ടുനിൽക്കാൻ പറഞ്ഞു. ശാരീരിക ബന്ധത്തിലൂടെ നോമ്പ് മുറിച്ചവരെ നോമ്പെടുത്തു വീട്ടിയത് കൊണ്ട് നിങ്ങളുടെ ബാധ്യത വീടില്ല. തുടർച്ചയായ 2 മാസക്കാലത്തെ നോമ്പ് വരെ പറഞ്ഞു. എന്തിനെന്നറിയോ? കടുത്ത പരിശീലനം. എന്തിനാ? അങ്ങനെ ശീലിച്ച മനുഷ്യൻ എങ്ങനെയാ റമദാൻ കഴിഞ്ഞ സിന പോലുള്ള വ്യഭിചാരം പോലെയുള്ള മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ അവനെ കാണാ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ തഖ്വയുള്ളവരാക്കി മാറ്റാനാണ് അള്ളാഹു റമദാനിലെ നോമ്പിനെ നിങ്ങൾക്ക് തന്നതെന്നാൽ ആ ചിട്ടകളും നിഷ്ഠകളും ഒക്കെ പാലിച്ച് നോമ്പെടുത്താൽ കിട്ടാവുന്നതൊക്കെ കിട്ടൂലേ? കിട്ടില്ലേ? സ്വർഗല്ലേ നമുക്ക് വേണ്ടേ? സ്വർഗല്ലേ വേണ്ട? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റമദാനിലെ സുബഹിന്റെ മുമ്പ് നിയ്യത്ത് വെക്കുമ്പോ ഇനി പറയാൻ പോണ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ട് നോമ്പെടുക്കണം. കാരണം നിയ്യത്ത് എന്ന് പറഞ്ഞാൽ പർവ്വത സമാനമാണ്. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അതിനെ കൂലി കിട്ടുക. അല്ലാണ്ട് ഉമ്മ രാവിലെ എണീറ്റിരുന്ന മക്കളോട് നവൈതു സൗമാദിൻ നന്നതായി ഫർദ റമദാനി ഹാദി സനത്തിൽ ഇല്ലാഹി തആല, ഈ ആണ്ടത്തെ അദാ ആയ ഫർദായ റമദാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അള്ളാഹ്ക്ക് വേണ്ടി നോറ്റുന്ന സുബൈന്റെ ഉമ്മ നാളത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ അന്നത്തെ നോമ്പ് എവിടുന്ന് കിട്ടുക? അത് മനുഷ്യനിർമ്മിതിയുടെ തകരാറുകളാണ്. സുബൈന്റെ മുമ്പ് ആ ദിവസത്തെ നോമ്പിനെ മനസ്സിൽ കരുതല പറയലല്ല. ആ കരുതലിൽ എന്തൊക്കെ ആഗ്രഹിക്കണം? നിയ്യത്ത് കൊണ്ട് നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും. അതുകൊണ്ട് ഇനി പറയണം, എന്റെ ഒക്കെ ആഗ്രഹിച്ചിട്ട് വേണം നോമ്പെടുക്കാൻ. എന്താണ്? ഒന്ന്, എനിക്ക് സ്വർഗം വേണം. ഇന്ന ഫിൽ ജന്നതി ബാബാ യുഖാലു ലഹു റയ്യാൻ, സ്വർഗത്തിൽ റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്. യദ്ഖുലു മിൻഹു സ്വായിമൂൻ, അതിലൂടെ കടന്നു വരുന്നവര് നോമ്പുകാരാണ്. അന്ന് വിളിക്കുന്നുണ്ട്, ഐന സ്വായിമൂൻ, ഐന സ്വായിമൂൻ, എവിടെയാണ് നോമ്പുകാർ, എവിടെയാണ് നോമ്പുകാർ? നോമ്പുകാർക്ക് മാത്രമായി സ്വർഗത്തിൽ ഒരു കവാടം. സ്വർഗം കിട്ടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ?
മാ മിൻ അബ്ദി യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമ അനിൻ നാരി 70 ഖരീഫാ. ഒരു ദിവസത്തെ നോമ്പത് കൊണ്ട് 70 വർഷം സഞ്ചരിക്കാനുള്ള ദൂരമാണ്. 70 വർഷം യാത്ര ചെയ്യുന്ന ദൂരം ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് അത് നരകത്തിൽ നിന്ന് അകറ്റുന്ന. 29 30 ദിവസം ഫർദ് നോമ്പെടുക്കുമ്പോ എത്രയാ നരകത്തിൽ നമ്മൾ അകലുന്നത്. നരകമോചനമുണ്ട് നോമ്പ് കൊണ്ട്. പഠിച്ചോൻ അതെനിക്ക് തരണേ. മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കേണ്ടതെന്നറിയോ? കിട്ടുന്നത് നമുക്ക് സ്വർഗപ്രവേശത്തിന് തടസ്സം നിൽക്കുന്നത് പാപങ്ങളല്ലേ. ആ പാപം അല്ലാഹു പുറത്തു തരാന്ന് പറഞ്ഞു. പദം പോലും അത്ഭുതല്ലേ. മൻസാമ റമളാന ഈമാനം വഹ്തിസാബാ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മൻസാമ റമളാൻ, ആര് റമളാനിലൂടെ നോമ്പെടുക്കുന്നുണ്ടോ, ഈമാനം വഹ്തിസാബ, നല്ല ഈമാനോടെ, അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസത്തോടെ, കറകളഞ്ഞ തൗഹീദോടെ, വഹ്തിസാബ, അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് നോമ്പെടുക്കുന്നുണ്ടോ. നിയ്യത്താരുടെ അല്ലാഹുവിന്റെ കൂലി ആഗ്രഹിച്ച്. ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ കഴിഞ്ഞുപോയ കാലങ്ങളിലെ പാപങ്ങള് അല്ലാഹു പൊറുച്ചു കൊടുത്തു എന്നാണ്. ആ പദം എന്താ പറഞ്ഞ? ഉഫിറ. നമ്മുടെ അറബി ഭാഷയിൽ സാധാരണ പറയൽ ഈ അഫിറു എന്ന് പറയണ്ടേ. മലയാളത്തിൽ അർത്ഥം വെച്ച പൊറിച്ചു കൊടുക്കും, ഫ്യൂച്ചർ ടെൻസൻ അല്ലേ. പക്ഷെ അത് ഉപയോഗിച്ചെന്താ? ഉഫിറ, പാസ്റ്റ് ടെൻസൻ, പൊറുക്കപ്പെട്ടു. അറബിയിലെ ഭാവി കാര്യത്തിൽ പാസ്റ്റ് ഉപയോഗിക്കുന്നത് 100% ഗ്യാരണ്ടി ഉള്ളൊടിച്ചാൽ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ചില പരാമർശം അങ്ങനെ കാണാൻ പറ്റും. അത്ര ഗ്യാരണ്ടി ഉള്ളൊടത്തെ അള്ളാഹു ഉപയോഗിക്കാം. അത്ര ഉറപ്പാണ്. നോമ്പ് കൊണ്ട് പാപം പൊറിച്ചു തരും. ഇനി സ്വർഗത്തിലെത്തിയിട്ട് അള്ളാഹു പറഞ്ഞൊരു സൗഭാഗ്യമുണ്ട്. സ്വർഗത്തിലെ അനുഭൂതികൾ മുഴുവനും അള്ളാഹു അവർക്ക് കൊടുക്കുമ്പോ അല്ലാഹു ചോദിക്കില്ല ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ. അള്ളാഹുവേ, തന്നത് തന്നെ ധാരാളമാണല്ലാ, ഇതിനേക്കാളും വലുതുണ്ടോ. ലിസ്വാഇമി ഫർഹതാൻ, ഒരു നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുന്ന സന്തോഷമാണ്, മറ്റൊന്ന് നോമ്പ് കാരണം അല്ലാഹനെ കണ്ടുമുട്ടുന്ന സന്തോഷമാണ്. അവർക്കും അല്ലാഹ്ക്കും ഇടയിലുള്ള മറയങ്ങ് നീക്കപ്പെടുകയാണ്. അല്ലാഹനെ കാണാനുള്ള ഭാഗ്യം കൊടുക്കുകയാണ്. ശരിക്കും കാണുമോ നബിയേ? അല്ലാഹനെ ശരിക്കും കാണുമോ നബിയേ? കാർമേഘങ്ങളുടെ തടസ്സമില്ലാത്ത 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ നിങ്ങൾ എങ്ങനെ കാണുന്നുവോ അതിനേക്കാൾ മനോഹരമായി അല്ലാഹനെ കാണുമെന്നാണ്. ഇതിൽ പരന്ത് സൗഭാഗ്യം. അല്ലാഹനെ കാണാൻ, സ്വർഗം കിട്ടാൻ, പാപം പുറത്ത് കിട്ടാൻ, നരകമോചനം കിട്ടാൻ അല്ലേ. നാളെ പരലോകത്ത് പ്രതിസന്ധിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ, മഹ്ശറയിൽ ഇങ്ങനെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ, സിയാമു വൽ ഖുർആൻ തന്റെ അടിമക്ക് വേണ്ടി നോമ്പും ഖുർആനും അല്ലാഹുവോട് ശുപാർശ പറയുകയാണ്. അവിടുന്ന് നോമ്പ് പറയില്ല, റബ്ബി മനാതുഹു തആമ വശഹവാ, അവന്റെ ഭക്ഷണം ഞാൻ തടഞ്ഞു വെച്ചവനാണ്, അവന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ ഞാൻ തടഞ്ഞു വെച്ചവനാണ്. ഫശഫിഇനി ഫീ, ഈ മനുഷ്യന്റെ വിഷയത്തില് എന്റെ ശുപാർശ സ്വീകരിക്കണേ അല്ലാഹ്. നോമ്പ് നമുക്ക് വേണ്ടി അല്ലാഹുവോട് ശുപാർശ പറയുന്ന നോമ്പുകാരന് ഒരുപാട് ആനന്ദമുണ്ട്. ഇതൊക്കെ ആഗ്രഹിച്ചിട്ട് റമദാനിലൂടെ നോമ്പെടുക്കാം. നോമ്പെന്ന് പറയുന്ന പുണ്യകർമ്മമാണ് നമുക്ക് അധികരിപ്പിക്കാനുള്ളത്. മറ്റും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റമദാനിൽ ഐച്ഛികമായി നമുക്ക് ചെയ്യാനുള്ളത് ഖിയാമുൽ ലൈല, രാത്രി നമസ്കാരമാണ്. അതിന്റെ തറാവീഹ് എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കും അല്ലെ. ഖിയാമുൽ ലൈൽ രാത്രി നമസ്കാരം, ഖിയാമു റമദാൻ രാത്രിയിൽ നിന്ന് നമസ്കാരം. അതുപോലെ തന്നെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ തഹജ്ജുദ് എന്ന്, ഒറ്റയിൽ അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ പേര് വിത്തറെന്ന്. നിങ്ങൾ നോക്ക്, ആ നമസ്കാരത്തിന് അള്ളാഹു നൽകിയ പ്രതിഫലം എന്താ? അവരോടും പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനം വഹ്തിസാബ. നിങ്ങൾ പടച്ചോന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് അല്ലെ. എല്ലാവരും തറാവീഹിന് പോകുമ്പോ ഞാനും തറാവീഹിന് പോവാ, അതിൽ കാര്യമില്ല. ഞാൻ തറാവീഹിന് പോയില്ലെങ്കിൽ നാട്ടുകാരെന്ത് കരുതാൻ, അതിലും കാര്യമില്ല. ഇഹ്തിസാബ് ഉണ്ടാവണം. അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിച്ച് തറാവീഹിന് വന്നാൽ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ കഴിഞ്ഞുപോയ കാലങ്ങളിലെ പാപങ്ങൾ അല്ലാഹു പൊറിച്ചു കൊടുക്കും. മാത്രല്ല അള്ളാഹു കൂലി തരുന്ന എത്രയെന്നറിയോ? ഇന്ന റജുല ഇദാ ഖാമ മഅൽ ഇമാം, ഇമാമിന്റെ കൂടെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചാൽ
ഹത്താ യൻസരിഫ, ഇമാം നമസ്കാരത്തിൽ നിന്ന് വിട പറയുന്നത് വരെ കുതിബ ലഹു ഖിയാമു ലൈല, ഒരു രാത്രി മുഴുവനായി നിന്ന് നമസ്കരിച്ച കൂലിയാണ്. നോക്ക് പ്രിയമുള്ളവരെ, ഇമാം നസായിയും അഹ്മദും ഇബ്നു മാജയും ഇബ്നു ഹിബ്ബാനും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിലെ കാണാം അത്രയും പ്രതിഫലം നൽകാൻ ഇമാമിന്റെ കൂടെ അവസാനിപ്പിക്കാൻ. ഞാൻ ഒന്നുകൂടെ പ്രത്യേകം എടുത്തു പറയാൻ, നമ്മൾ വീട്ടിലെ വിത്തറ നിസ്കരിച്ച് ശീലമുള്ള ആളുകളുണ്ടാവും. അവരൊക്കെ സാധാരണ ചിലപ്പോൾ 8 കഴിയുമ്പോൾ പള്ളിയിൽ നിന്ന് പോവും. കാരണം എന്താ, ആ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കാന്ന് കരുതിയിട്ടാ. നമുക്ക് ഏറ്റവും ഫളലുള്ളത് എന്തിനാണെന്നറിയോ? ഇമാമിന്റെ കൂടെ നിസ്കാരത്തെ പൂർത്തീകരിക്കാൻ. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരിക, ഞാൻ ഒന്നില് അവസാനിപ്പിച്ചല്ലോ ഇനി എനിക്ക് രാത്രി നിസ്കാരം ഇല്ലല്ലോ എന്നുള്ളതാണ്. തഹജ്ജുദ് ശീലമുള്ള ആളുകൾക്ക് ഒറ്റയിൽ അവസാനിപ്പിക്കാത്ത രൂപത്തിൽ രാത്രിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിസ്കരിക്കുന്ന പോലും ഇടയെന്ന് പോവാന്നുള്ളത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇമാമിന്റെ കൂടെ മുഴുവൻ നമസ്കാരത്തിലൂടെ മുഴുകാൻ അതുവരെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ റമദാനിൽ പ്രാർത്ഥനകൾക്കൊരു കോട്ടം വരരുത്, അവസാനിപ്പിക്കരുത്. നിരന്തരമായി കഴിഞ്ഞ ഖുത്ബയിൽ ആയത്ത് തന്നെ നമ്മൾ അതായിരുന്നു അല്ലേ, നോമ്പിന്റെ ആയത്തുകൾക്കിടയിൽ അല്ലാഹ് പരസ്പര ബന്ധമില്ല എന്ന് തോന്നണ ഒരായത്ത് അല്ലാഹ് കൊടുത്തു. എന്നാൽ അതുപോലെ ഇഴുകിച്ചേർന്ന ഒരായത്തില്ല. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നെക്കുറിച്ചെങ്ങാനും എന്റെ അടിമ താങ്കളോട് ചോദിക്കുമ്പോ നബിയെ പറഞ്ഞു കൊടുക്കണേ റസൂലേ, അള്ളാഹു വളരെ അടുത്തുള്ളവരാണ്. ചോദിച്ചോ, അള്ളാഹു ഉത്തരം നൽകാൻ സന്നദ്ധനാ, അള്ളാഹു ഉത്തരം നൽകാൻ സന്നദ്ധനാണ്. ചോദിക്കണ്ടേ അള്ളാഹുവിനോട്? നോമ്പ് തുറക്കാനിരിക്കുന്ന കാത്തിരിക്കുന്ന സമയമില്ലയോ? പ്രഭാതത്തിൽ അത്താഴത്തിന് എണീക്കുന്ന സമയമില്ലയോ? ആരാധനാ കർമ്മങ്ങളുടെ അവസാനമില്ലയോ? നമസ്കാരം കഴിഞ്ഞ് വിട പറഞ്ഞിരിക്കുന്ന സമയങ്ങളില്ലയോ? മിനിമം റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അവിടെ നിന്ന് തുടങ്ങണം. പാപങ്ങളെ പൊറുത്തു തരാൻ, അമലുകളെ സ്വീകരിക്കാൻ, പരസ്പരം പങ്കുവെക്കാൻ കഴിയാത്ത ആയിരം നൊമ്പരങ്ങള് പറഞ്ഞോ, അള്ളാഹിനോട് പറഞ്ഞോ, കേൾക്കാൻ അള്ളാഹു സന്നദ്ധനാണ്, ഉത്തരം നൽകാൻ അള്ളാഹു സന്നദ്ധനാണ്. നമ്മളൊന്ന് പറഞ്ഞ പോരെ. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു, ഒരു പ്രയാസം ഒരാളോട് ഒന്നിൽ കൂടുതൽ പറയാൻ പറ്റൂല, വീണ്ടും വീണ്ടും തന്നെ പറയണമെന്ന് ചോദിക്കും. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലേ? അള്ളാഹ്ക്ക് ഇഷ്ടമല്ലേ? എത്ര നിങ്ങൾ പറ, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അവനെ പോലെ കേൾക്കുന്നവരില്ല, അവനെ പോലെ ഉത്തരം നൽകാനില്ല. നമ്മളിലേക്ക് ഇങ്ങനെ അടിച്ചു വരാൻ അള്ളാന്റെ കൺട്രോളും ഭരണം എത്ര വലുതാണെന്നറിയോ നിങ്ങൾക്ക്? ഈ ഭൂമി ഒന്നുമല്ല അള്ളാന്റെ മുമ്പിൽ. 13.5 ലക്ഷം ഭൂമി വേണം സൂര്യന്റെ ഉള്ളിൽ, മിനിമം. അതിൽ കൂടുതൽ വേണം. ആ സൂര്യന്റെ മിൽക്ക് വേ ഗാലക്സിയിൽ ഒരു പൊട്ടാണ് സൂര്യൻ. സൂര്യൻ ഒന്നുമല്ല അവിടെ. 13.5 ലക്ഷത്തിലധികം ഭൂമി ഉൾക്കൊള്ളുന്ന സൂര്യനൊന്നുമല്ല. 900 കിലോമീറ്റർ വേഗതയിൽ 1100 വർഷം സഞ്ചരിക്കണം സൂര്യന്റെ അപ്പുറത്തുള്ള സ്ഥാൻ. അങ്ങനത്തെ ശതകോടി നക്ഷത്രങ്ങളാണ് ഒരു ഗാലക്സി. എത്രങ്ങാനും ഗാലക്സികളാണ്. മനുഷ്യന് എവിടെ എത്താൻ പറ്റിയിട്ടില്ല. ഒരു ഗാലക്സിയുടെ പഠനം പോലും പൂർണ്ണമായിട്ടില്ല. ഇല്ല. ഇത് മുഴുവൻ എവിടെയെന്നറിയോ? സമാഇ ദുനിയ, ഒന്നാം ആകാശത്തില. അതിനും വലുതാ 2, അതിനും വലുതാ 3. ഏറ്റവും വലിയ 7-ാം ആകാശത്തിനു മുകളില് അർശിനും കുർസിക്കും മുകളിൽ ഉപവിഷ്ടനായ അല്ലാഹ്. റമദാൻ നിങ്ങൾ നോക്ക്, രാവിന്റെ അവസാന സമയം, അത്താഴത്തിന് എണീക്കുന്ന സമയം. യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയ, 1-ാം ആകാശത്തിലേക്ക് അല്ലാഹ് ഇറങ്ങി വരാൻ. ചങ്ങരംകുളത്തിന്റെ സാധാരണക്കാരെ, ഇത്ര യജമാനനായ റബ്ബ് നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരാം. ആരുണ്ടെന്നോട് ചോദിക്കാൻ? അവന് ഞാൻ ഉത്തരം നൽകാം. ആരുണ്ടെന്നോട് ദുആ ചെയ്യാൻ? അവന് ഞാൻ ഇജാബത്ത് നൽകാം. ആരുണ്ടെന്നോട് പൊറുക്കലിന് തേടാൻ? അവന് ഞാൻ പൊറുച്ചു തരാം. ഇതിൽ പരം നമ്മളോട് ആര് കരുണ കാണിക്കാന്? ഇത്രയും നമ്മളിലേക്ക് ആരടിച്ചു വരാന്? നമ്മൾ എണീക്കണില്ലേ ഭക്ഷണം കഴിക്കാൻ? ആ സമയം അള്ളാഹിനോടൊന്ന് മനസ്സ് തുറക്കാൻ, പാപങ്ങളെ പൊറുച്ചു തരാൻ അള്ളാഹിനോട് ചോദിക്കാൻ ഇസ്തിഗ്ഫാർ റമദാനിൽ ഉണ്ടാവണം. കഴിഞ്ഞ ഖുത്ബയും അതിന്റെ മുമ്പത്തെ ഖുത്ബയും ഞാൻ പറഞ്ഞു, ഇനിയും ഞാൻ ആവർത്തിക്കുമെന്ന് പറഞ്ഞത്, റമദാന്റെ ഏത് ഫള് പഠിച്ചാലും റമദാനായിട്ട് പാപങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അവൻ നാശമടയട്ടെ എന്ന് പ്രാർത്ഥിച്ച ജിബ്രീലിന്റെ ദുആയിന് ആമീൻ പറഞ്ഞത് റസൂലുള്ളാഹി. സ്വന്തത്തെ കല്ലെറിഞ്ഞ് താഴ്ത്തിയിട്ടവനോട് അവരെ നശിപ്പിക്കാൻ പറഞ്ഞപ്പോ വേണ്ട, അവർക്കെതിരെ ഞാൻ പ്രാർത്ഥിക്കൂല എന്ന് പറഞ്ഞ റസൂലേ,
റമദാനായിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തവർ നാശമടയട്ടെ എന്ന ദുആഇനെ ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടാൻ ഇൻഷാ അല്ലാഹ് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്താൻ നമ്മുടെ തയ്യാറാവുക. അതുപോലെ തന്നെ അധികരിപ്പിക്കാനുള്ള മഹത്തായ ഒരു പുണ്യകർമ്മമാണല്ലേ ഇഅ്തികാഫ്. പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുക ഇപ്പൊ തന്നെ കരുതാം. നമ്മളൊക്കെ പറയാം അവസാനത്തെ 10-ലല്ലേ ഇഅ്തികാഫ്, ഏത് ദിവസങ്ങളിലാവാം. പക്ഷെ അവസാന 10-ല് മുത്തുനബിയുടെ പ്രത്യേക ചര്യ. അള്ളാന്റെ ഹബീബ് പള്ളി വിട്ട് പുറത്തേക്ക് പോകാറില്ല. കാന യഅ്തകിഫു ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. റമദാനിന്റെ അവസാനത്തെ 10 അള്ളാന്റെ പള്ളിയിൽ ഇങ്ങനെ ഇഅ്തികാഫിരിക്കാറുണ്ട്. ഈ ലോകത്തോടെ വിട പറയുന്ന കൊല്ലമില്ലേ 20 യൗമാ, 20 ദിവസമാണ് ലോകത്തിന്റെ പ്രവാചകൻ ഇഅ്തികാഫിരുന്നത് എന്നാണ്. അള്ളാന്റെ പള്ളിയിൽ ഇരിക്കാൻ നമ്മള് അവസാനത്തെ 10 അങ്ങാടി കൂടും, പെരുന്നാളിന്റെ ഡ്രസ്സ് എടുക്കാൻ, മാറ്റിയെടുക്കാൻ സമയമില്ല, തിരക്കാൻ. അള്ളാന്റെ പള്ളിക്ക് സമയം കാണേണ്ട സമയമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടം പള്ളികളോട്, അള്ളാഹ്ക്ക് വെറുപ്പങ്ങാടികളോട്. അതുകൊണ്ട് ഇഷ്ടമുള്ള പള്ളിക്കെത്താൻ റമദാന് കഴിഞ്ഞ പെരുന്നാൾ വരും നമുക്കറിയാലോ. നേരത്തെ വാങ്ങി വെച്ചവരുണ്ടാവാം. ഇനി ഒന്നുമല്ലെങ്കിൽ അവസാനത്തെ 10 വരണതിന്റെ മുമ്പെങ്കിലും സാമ്പത്തികമായി കഴിവായാൽ വസ്ത്രങ്ങളൊക്കെ വാങ്ങിവെച്ച് അവസാനത്തെ 10 ഇഅ്തികാഫിന് വേണ്ടി പള്ളിയിലിരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അതുപോലെ തന്നെ സ്വതക്കകൾ ഉണ്ടാവുക, തിലാവത്തുൽ ഖുർആൻ ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ജിബ്രീലിനെ കാണുന്നവോ അന്നൊക്കെ റസൂൽ സ്വതക്ക ചെയ്യുന്ന. ജിബ്രീലിനെ കാണുന്ന കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ, റമദാന്റെ എല്ലാ രാത്രിയിലും ജിബ്രീലിനെ കാണും. ആ ദിവസങ്ങളിലൊക്കെ സ്വതക്ക ചെയ്യുന്ന. ആരാ സ്വതക്ക ചെയ്യുന്നേ? ഉള്ളവനല്ല. നമ്മളിതൊക്കെ പറയുമ്പോൾ ആളുകളൊക്കെ വിചാരിക്കും അല്ലെ, ഹത്തീബുമാര് ഉസ്താദുമാരെന്നൊക്കെ പറഞ്ഞവർ സ്വതക്ക പറയുന്ന ആൾക്കാരാണ്, സംഘാടകർ പിരിക്കുന്ന ആൾക്കാരാണ്, ഓഡിയൻസ് ആണ്, അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ആൾക്കാരാണ് കൊടുക്കേണ്ടതെന്നാണ്. അവിടെ നിന്നല്ല കേട്ടോ തുടങ്ങേണ്ടത്, ഇവിടെ നിന്ന് തന്നെ അല്ലേ. എല്ലാവരും കൊടുക്കണം. ഇല്ലാത്തവരും മുത്തനബി കൊടുത്തു എന്ന് പറയുമ്പോ അതിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയല്ലേ. 3 മാസം ഭക്ഷണം കഴിച്ചിട്ടില്ല റസൂലുള്ളാഹിന്റെ വീട്ടില്. ഇരുട്ടത്തിങ്ങനെ തപ്പി നടന്നു നമ്മ ഒരു വിളക്കെങ്കിലും കത്തിക്കായിരുന്നില്ലേ? ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശപ്പ് ഞങ്ങൾ മാറ്റുമായിരുന്നു ഞാൻ. അത്രയൊക്കെ പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്. ഒരു പുക 3 മാസം റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഉയർന്നിട്ടില്ല. ആ റസൂല അടിച്ചു വീശുന്ന കാറ്റ് പോലെ, മിനർറീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റ് പോലെ അള്ളാന്റെ ഹബീബ് സ്വതക്ക ചെയ്തത് ദാനധർമ്മങ്ങളെ ചെയ്യാൻ. അതുപോലെ തിലാവത്തുൽ ഖുർആൻ. പ്രിയമുള്ളവരെ, സഹാബ 3 ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർത്തവര്, 5 ദിവസം കൊണ്ട് ഓതി തീർത്തവര്, 7 ദിവസം കൊണ്ട് ഓതി തീർത്തവര്, 2 തറാവീഹുകളെ നിസ്കരിച്ചു കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന നമ്മളോട് അള്ളാന്റെ ഖുർആൻ ഇന്ന് എത്ര പാരായണം ചെയ്തു എന്ന് ഒരു 5 ജുസെങ്കിലും ഒരു 4 ജുസെങ്കിലും പുറകിലാണോ പ്രിയമുള്ളവരെ? ഒരു 3 വട്ടമെങ്കിലും ഖുർആനിന്റെ ഖത്മ തീർക്കാൻ നോക്കണേ. റമദാനില്ലാത്തപ്പോ 10 നന്മ, 3,23,000-ലധികം വരുന്ന ഹർഫിന് 10 നന്മ വെച്ച് കോടിക്കണക്കിന് പുണ്യം. റമദാനല്ലാത്തപ്പോ അതിന് റമദാനിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 700 ഇരട്ടി വരെ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഡിജിറ്റൽ കാൽക്കുലേറ്ററിൽ അതിനെ കൗണ്ട് ചെയ്തതിന്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യമാകാത്തത്ര മാത്രം പുണ്യം. ഖുർആൻ നാൾ അല്ലാഹുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കാലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഖുർആനെ സ്വീകരിച്ച് എന്താ പറയാന്നറിയോ? ഖുർആൻ രാത്രിയിൽ ഇവന്റെ ഉറക്കം ഞാൻ കളഞ്ഞവനാണ്. അഥവാ ഉറക്കം കളഞ്ഞ് ഖുർആനിനെ പാരായണം ചെയ്തവരെ ഖുർആൻ അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷി പറയാൻ. അതുകൊണ്ട് ഇബാദത്തുകളെ ധന്യമാക്കാൻ എന്തൊക്കെ പുണ്യങ്ങൾ അധികരിപ്പിക്കാൻ പറ്റോ അതൊക്കെ റമദാനിലൂടെ ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, മറ്റൊരു പുണ്യകർമ്മം റമദാനിൽ നമുക്ക് അധികരിപ്പിക്കാനുള്ളത്
നമുക്കൊക്കെ ഒരു മാസത്തിൽ 30 നോമ്പ് എടുക്കാൻ പറ്റും. പക്ഷെ 2 റമദാന്റെ നോമ്പ്, 3 റമദാന്റെ നോമ്പൊക്കെ എടുക്കാൻ അള്ളാഹു അവസരം തന്നിട്ടുണ്ട്. അതാണ് ഈ ഭക്ഷണം മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കലാണ്, നോമ്പ് തുറപ്പിക്കുക. അർഹതപ്പെട്ട ആളുകൾക്ക് നോമ്പ് തുറപ്പിക്കുമ്പോൾ അതേപോലെ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് വേണ്ടി നൽകുന്നതാണ്. മൻ ഫത്തറ സ്വാഇമ, ഒരാളൊരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ കാന ലഹു മിസ്ല അജ്രിഹി ഗൈരി അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വാഇമി ഷൈ, നോമ്പുകാരന്റെ കൂലിയിൽ നിന്ന് ഒന്നുപോലും കുറയാതെ അതേ പ്രതിഫലം അള്ളാഹു നമുക്ക് വേണ്ടി നൽകുന്ന. നമ്മള് നിയ്യത്തിനാട്ടോ പ്രതിഫലല്ലേ. നാട്ടിലെ ചങ്ങനംകുളത്ത് ഏറ്റവും വലിയ നോമ്പ് തുറ എന്റെ വീട്ടിലാന്ന് കരുതിയാൽ ആൾക്കാരിങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നല്ലാതെ അള്ളാന്റെ അടുക്ക പോയി ഒന്നും ഉണ്ടാവില്ല. ഒരു നോമ്പുകാരൻ ആത്മാർത്ഥമായി നോമ്പ് തുറപ്പിക്കുക. നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ച ഏത് സാധാരണക്കാരനും ഇപ്പോ പല പള്ളികളും, കേരളത്തിന്റെ ബോർഡർ ലൈനിലൊക്കെ ഉള്ള പല പള്ളികളും, അവരൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിക്കലുണ്ട്, നോമ്പ് ഉറപ്പിക്കാൻ ആരെങ്കിലും കിട്ടും? അൽഹംദുലില്ലാ, നമ്മുടെ സഹോദരങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട്. കാരണം എന്താ, ഒരു 3000 റുപ്യ കൊടുത്ത് 2500 കൊടുത്ത് ഇഷ്ടം പോലെ ആളുകൾ ആ ചെറിയ നോമ്പ് തുറന്ന് മഗ്‌രിബ് നിസ്കരിച്ച് അവരുടെ വീട്ടിലേക്ക് അവർ മടങ്ങിപ്പോകും. അല്ല, അവരെ ഭക്ഷിപ്പിക്കാൻ ആഗ്രഹമുള്ളവരങ്ങനെ കൊടുത്താൽ, നമ്മളൊക്കെ ഇങ്ങനെ കാറ്ററിംഗുകാരെ കൊണ്ടുവന്നിട്ട് പെർ ഹെഡ് ഇത്ര രൂപയുടെ ഫുഡാണെന്ന് മേനി നടിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി കൊടുക്കരുതെന്നോ മാന്യമായി ചെയ്യരുതെന്നോ വരുന്ന അതിഥിയെ സംതൃപ്തിപ്പെടുത്തി ഭക്ഷണം കൊടുക്കണതിലൊന്നും നമുക്ക് വിരോധമല്ല. പക്ഷെ ഭക്ഷണം ദൂർത്ത് കളിക്കുക, നമ്മുടെ നിയ്യത്ത് ബാത്തിലാകുമ്പോൾ അതിന് പ്രതിഫലമില്ലാതായി മാറും. അതുപോലെ തന്നെ ഇബാദത്തുകളെ കളങ്കപ്പെടുത്തലുകൾ ആവരുത്. പക്ഷെ നോമ്പുകാരനെ നല്ല രീതിയിലൂടെ നോമ്പ് തുറപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അല്ലാഹു തആല പ്രതിഫലങ്ങൾ നൽകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മഹത്തായ ഒരു പുണ്യകർമ്മം സാധ്യമാകുന്ന ആളുകൾക്ക് റമദാനിലെ ഉംറ, ഹജ്ജൻ തഅദിലു ഹജ്ജ എന്ന് പറഞ്ഞ ഒരു ഹജ്ജിന്റെ പ്രതിഫലം, ഔ ഹജ്ജത മഈ, അല്ലെങ്കിൽ എന്റെ കൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബ വനിതയോട് പറയാൻ, എന്റെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് റമദാനിൽ ഒരു ഉംറ നിർവഹിക്കാൻ സാധ്യമായി കഴിയുന്ന ആളുകൾ. അതിനുവേണ്ടി കടം പിടിച്ച പോലൊന്നുമല്ല, അതിന് സാധ്യമാകുന്ന ആളുകൾ അൽഹംദുലില്ലാ റമദാനിൽ ഒരു ഉംറ നിർവഹിക്കാൻ സാധ്യമായാൽ ഉംറകളെ നിർവഹിക്കുക. അങ്ങനെ എന്തൊക്കെ പുണ്യകർമ്മങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയോ. ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ഖുർആനെ നെഞ്ചിലേറ്റണം, മനസ്സാക്ഷിയോട് ചോദിക്കണം, നാളെ അള്ളാന്റെ ഖുർആൻ എനിക്ക് അനുകൂലമായി പറയോ പ്രതികൂലമായി പറയോ, അള്ളാഹു ഞാൻ കാരണം അവൻ ഉറക്കൊഴിച്ചിട്ടുണ്ട് എന്ന് പറയോ. അതല്ല, ഈ ഉമ്മത്ത് നരകത്തിൽ വീഴുമ്പോൾ റസൂലുള്ളാഹി പറയുന്ന ഒരു വാക്കുണ്ട്, 25-30 ആയത്ത്, وقال الرسول يا رب إن قوم اتخذوه هذا القرآن مهجورا, ഈ ഖുർആനിനെ അവഗണിച്ചു അല്ലാഹ്, അഗണ്യ കോടിയിലേക്ക് അവർ തള്ളിക്കളഞ്ഞവരാണ് റബ്ബേ. അതുകൊണ്ടാണ് നരകത്തിൽ വന്ന് വീണത്. നമ്മുടെ അത്തരക്കാരാവരുത്. ഇന്ന് വരെ ഫാത്തിഹ മുതൽ നാസ് വരെ ഒരാവർത്തി പാരായണം ചെയ്യാത്തവരെ ഈ റമദാൻ അതിന്റെ ഒരു ഉത്തരം ഉണ്ടാവണം. പിന്നെ ഉലമാക്കൾ ഈ പറഞ്ഞ പുണ്യങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ പറഞ്ഞു, തർക്കുൽ ഐബ വൻ നമീമ വൽ മആസി, ഏഷണിക ഒഴിവാക്കണം, പരദൂഷണം ഒഴിവാക്കണം, കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കി നോമ്പിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പുണ്യം കൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആകാശം സജ്ജമാണ്, ഭൂമി സജ്ജമാണ്, മലായിക്കത്തുകൾ സജ്ജമാണ്. ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു വന്നാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പുണ്യങ്ങൾ എത്ര മുന്നോട്ട് പോകുന്നവോ പുണ്യങ്ങൾ അധികരിക്കാൻ അള്ളാഹു പരിപൂർണമായി പുറത്തു തരുന്നത് ഫി ആഖിരി ലൈല, അതിന്റെ അവസാന രാത്രിയില്. അതുവരെ നമ്മളിൽ എത്ര പേരുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. അതോടൊപ്പം പറയണമെന്ന് തോന്നിയത് കൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. ഈ റമദാൻ ആകുമ്പോൾ ആളുകളുടെ മനസ്സിലൊക്കെ ഒരു പ്രത്യേക ആവേശം കടന്നു വരും. ഒരുപക്ഷെ എന്നും പള്ളിക്ക് ജമാഅത്തിന് വരാത്ത ആളുകളൊക്കെ അന്ന് പള്ളിക്ക് വരും. നമ്മളിങ്ങനെ പുറത്തിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നേരം വീഴുന്നവരൊക്കെ നേരത്തെ പള്ളിക്ക് എത്താൻ തുടങ്ങും. അള്ളാന്റെ പള്ളിയോടൊരു ആത്മബന്ധം സ്ഥാപിക്കും. ഞാനിത് പറയണം എന്താ അറിയും, ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്. നമ്മളിങ്ങനെ പറയും, റമദാനായിട്ട് വന്നേക്കാൻ, നോമ്പ് തുറക്കാൻ വന്നേക്കാൻ. നമ്മൾ ഈ ഒരു പദം മതി. പള്ളിയിൽ ആദ്യത്തെ സഫിലുണ്ടായിട്ടും കാര്യമില്ല, പള്ളി മുഴുവൻ കൺട്രോൾ ചെയ്തിട്ടും കാര്യമില്ല. നോമ്പിന്റെ വഴിക്ക് പോവും, അമലു സ്വാലിഹാത്തതിന്റെ വഴിക്ക് പോവും. നമ്മളുടെ നന്മകളൊക്കെ ആ മനുഷ്യന് കൊടുക്കേണ്ടി വരും. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഹൃദയത്തിൽ നന്മകൾ എവിടെയോ ഉള്ള ആളുകളാണ് അള്ളാന്റെ പള്ളി കോടി വരും. അവരുടെ ഒരു ക്വാളിറ്റിയാണ്, നന്മയാണ്. അതീന്ന് അൽഹംദുലില്ലാ ഖുർആൻ പറഞ്ഞ പോലെ അമ്മാമയ്യം ഫഉന്നാസ്, ഒരു മലവെള്ളപ്പാച്ചിലിൽ പലതും ഒഴുകി വരും. പക്ഷെ ഭൂമിക്ക് ഉപകാരമുള്ളത് തങ്ങി നിൽക്കുന്ന പോലെ ഈ റമദാൻ കഴിയുമ്പോൾ
ഉപകാരമുള്ളവർ തങ്ങി നിൽക്കും. അങ്ങനത്തെ നല്ല ആളുകളായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മളുടെ പള്ളിയിൽ ഒരു പള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷൻ എടുക്കുന്നുണ്ട്. കോഴിക്കോട് പുതിയ ഹൈവേയിലുള്ള പന്തീരാങ്കാവ് ഭാഗത്ത് പണി നിർമ്മിക്കുന്ന മസ്ജിദുൽ ഹിക്മ, അതിന്റെ ഭൂമിക്കും പള്ളി നിർമ്മാണത്തിനും വേണ്ടിയിട്ടാണ്. അതിന്റെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ അവർ വരാൻ വേണ്ടി തയ്യാറെടുത്തതാണ്. നമ്മൾ ഈ ആഴ്ച മതിയെന്ന് പറഞ്ഞെങ്കിലും പക്ഷെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായില്ല. ഇവിടേക്ക് വന്ന സഹോദരന്റെ മകൻ കഴിഞ്ഞ ആഴ്ച ആക്സിഡന്റിൽ മരണപ്പെട്ടതുകൊണ്ടാണ് അവർക്കിവിടെ എത്താൻ കഴിയാതിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മോനെ മഅ്ഫിറത്തും റഹ്മത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബത്തോടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ അള്ളാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ വൈറ്റുവേ കുഞ്ഞു മുഹമ്മദ് സാഹിബും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ആഴ്ചയിൽ നമ്മളോട് വിട പറഞ്ഞവരാൻ അള്ളാഹുവെ പരലോക വിജയം തന്ന് അനുഗ്രഹിക്കണേ. അള്ളാഹ് മഅ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ. അള്ളാഹ് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി ഇൻഷാ അള്ളാഹ് ഈ റമദാനിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ ഭൂമി അവിടെ ഉള്ളിടത്തോളം കാലം നമ്മളുടെ ഖബറിലേക്ക് അതിന്റെ പുണ്യം ഒഴുകുമാർ. എത്ര കാലം കഴിഞ്ഞ് റീകൺസ്ട്രക്ഷൻ വന്നാലും ആ ഭൂമിയിൽ സുജൂദ് ചെയ്യുന്നിടത്തോളം കാലം അതൊരു സ്വതക്കത്തുൻ ജാരിയായി നമ്മളുടെ ഖബറിലേക്ക് പുണ്യം കിട്ടുന്ന ഒരു മഹത്തായ സൽക്കർമ്മമാണ്. നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും മതം പഠിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളടക്കം ക്രമീകരിച്ചിട്ടുള്ള അവിടെ യാത്ര പോകുന്ന ആളുകൾക്ക് വരെ ഉപയോഗപ്പെടുത്താൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഫളല് അവർക്കും നമുക്കൊക്കെ അല്ലാഹു നൽകി അതിന്റെ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കഴിയുന്ന രീതിയിൽ നിങ്ങൾ സ്വതക്ക ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവേണ്ടത് ചെറിയ ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള യതീമായ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഈദ് കിസ്വ വർഷങ്ങളായി നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാഹ് ലക്ഷക്കണക്കിനാണ് നമ്മുടെ പള്ളിയിൽ നിന്ന് രൂപ നമ്മൾ സ്വരൂപിച്ചിട്ടുള്ളത്. അതായത് ഒരു 100 ജോഡിയിലധികം ഡ്രസ്സൊക്കെ യതീമായ മക്കൾക്ക് നമ്മുടെ ഈ തഖ്വ പള്ളിയിൽ നിന്ന് കൊടുക്കാൻ ഇതുവരെയുള്ള റമദാനുകളിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഒക്കെ മക്കൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എനിക്കെന്നാ എടുക്കണ ഉമ്മച്ചി എന്ന് യതീമായ ഒരു കുട്ടി ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ അവർക്ക് നമ്മുടെ ഏത് കുട്ടിക്ക് കൊടുക്കണമെന്ന് അറിയിക്കില്ല. ഒരു കൊണ്ടുപോയി കൊടുത്ത് ഫോട്ടോ എടുക്കില്ല. അവർ നമ്മൾ ഇൻഫോം ചെയ്യുകയുള്ളൂ. അവരുടെ നാട്ടിലെ ഇന്ന കടയിൽ പോയിട്ട് എടുത്തോളാൻ. നമ്മളാണ് കടക്കാരുമായിട്ട് ബില്ല് സെറ്റിൽ ചെയ്യുന്നത്. 1300 രൂപയോളം നമ്മളൊരു കുട്ടിക്ക് കണക്കാക്കുന്നുണ്ട് ഒരു യതീമായ പാവപ്പെട്ട അർഹരായ മക്കൾക്ക് വേണ്ടി. അതുകൊണ്ട് നമ്മളൊക്കെ ഒരു ഡ്രസ്സെങ്കിലും നമ്മൾ മനസ്സിൽ ഇപ്പോഴേ കരുതി വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ. അള്ളാഹ് നമ്മുടെ ജുമാ പിരിഞ്ഞാൽ ഇനി മുതൽ ഈ റമദാൻ തീരുന്നത് വരെ മഗ്‌രിബിന് ശേഷമുള്ള ഖുർആൻ ക്ലാസ് ഉണ്ടായിരിക്കില്ല. അതിന് പകരം എല്ലാ റമദാനുകളിൽ നമ്മൾ ചെയ്യാറുള്ള പോലെ ജുമാ കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റോളം ഇൻഷാ അല്ലാഹ് 2 ഖുർആന്റെ ആയത്തെടുത്തതിന് ശേഷം ക്ലാസ് ഉണ്ടായിരിക്കും. താല്പര്യമുള്ള ആളുകൾക്ക്, ജോലിയും തിരക്കുള്ള ആളുകൾക്കൊക്കെ പോകാം, ആരെയും പിടിച്ചിരുത്താനല്ല. പക്ഷെ താല്പര്യമുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് അതുകൂടെ കഴിഞ്ഞ് പിരിയാം. അള്ളാഹു സ്വീകരിക്കണേ. അള്ളാഹ് കബൂൽ ചെയ്യണേ. അള്ളാഹ് കത്തിയാട് നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കണേ. അള്ളാഹ് സ്വർഗം തന്ന് അനുഗ്രഹിക്കണേ. അള്ളാഹു ഈ റമദാൻ പൂർണ്ണമായി നിനക്ക് ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹ് കഴിഞ്ഞ റമദാനിൽ നിന്ന് ഈ റമദാനിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങൾ ഇന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അള്ളാഹ് വിശേഷ ഞങ്ങളുടെ പലരുടെയും മാതാപിതാക്കളുണ്ട്. അള്ളാഹ് മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹ് ലോകത്തിന്റെ പല തീഷ്ണമായ പ്രയാസങ്ങളിലെ നിസ്സാരമായ രോഗങ്ങളല്ല, ക്യാൻസർ കൊണ്ട് പിടിമുറുക്കിയ 2-3 സഹോദരന്മാരെ ഈ പള്ളിയിലിരിക്കുന്നുണ്ട്. പലവിധ രോഗങ്ങളിലൂടെ കഴിയുന്ന ആളുകളുണ്ട്, കിഡ്നി സംബന്ധമായ പ്രയാസങ്ങളിലുണ്ട്. എല്ലാം അറിയുന്ന റബ്ബേ ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ. അല്ലാഹ് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات وجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي عزى. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. ربنا تقبل منا. ربنا تقبل منا. ربنا تقبل منا.